ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിതാ ഇന്നിപ്പോൾ ഈസ്റ്റർ എല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് കയറാനുള്ള ഡേ ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ ഇന്ന് വർക്കിംഗ് ആണ്. അതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രഷായി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഡ്യൂട്ടിക്ക് പോകണം. ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിട്ട് വരും വിശേഷങ്ങൾ ഞാൻ ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഉമ്മായും ജാസിയും കൂടെ രാവിലെ തന്നെ എണീറ്റ് രണ്ടുപേരും കൂടെ പ്രിപ്പയർ ചെയ്ത് എപ്പോഴും എൻ്റെ ടേബിളിൻ്റെ മേളിൽ വെച്ചേക്കും. കാരണം ഞാൻ ഏത് ടൈമിനാണ് കഴിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു സമയമില്ല ഫുഡ് കഴിക്കുന്നതിൽ. ഫുഡ് കഴിക്കുമെന്നല്ലാതെ 9 മണി കറക്റ്റ് 9 മണിക്ക് ഷാർപ്പ് ഫുഡ് കഴിക്കണം അങ്ങനെ ഒരു ഇതില്ല. ഫുഡായിട്ടും കഴിക്കും. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് അവർ നേരത്തെ വെച്ചേക്കും. ഞാൻ വന്നാൽ കഴിക്കും. എന്തായാലും കഴിക്കാണ്ടിരിക്കത്തില്ല. പിന്നെ ഉച്ചത്തത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. കാരണം ഉച്ചയ്ക്ക് ചില സമയത്ത് ഓഫീസിൽ നിന്ന് ചില ടൈമിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് ചിലപ്പോൾ ഏതെങ്കിലും കസ്റ്റമറിൻ്റെ അവിടെ മീറ്റിംഗ് ആയിട്ട് വല്ല ഇരിക്കുവാണെങ്കിൽ പിന്നെ അന്നത്തെ ഫുഡ് ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും. കൂടുതലും ഫുഡ് ഞാൻ പുറത്തുനിന്നാണ് എൻ്റെ ഫുഡ് കഴിപ്പല്ല. ഈ പറഞ്ഞ കണക്ക് വീട്ടിൽ വന്ന് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കൊണ്ടുപോകലില്ല. എനിക്കങ്ങനെ ഫുഡ് കൊണ്ടുപോയിരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല. ഇല്ലെങ്കിൽ ഹോട്ടലിൽ കയറി കഴിക്കും. അങ്ങനെയാണ് പൊതുവെയുള്ള രീതി. ഇന്നിപ്പം ഈ പറഞ്ഞ കണക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ജാസ്മിനെ കോളേജിൽ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട്. ജാസ്മിൻ ഓൾറെഡി കോളേജ് കഴിഞ്ഞായിരുന്നു, പഠിത്തമെല്ലാം കഴിഞ്ഞു. പക്ഷേ ഒരു സെമിനാർ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 2 ദിവസത്തേക്കുള്ള ഇതാണ് സെമിനാർ പ്രിപ്പറേഷനും പ്രൊജക്റ്റുമായിട്ട്. അപ്പോൾ സബ്മിഷൻ നാളെയും പ്രിപ്പറേഷൻ ഇന്നുമാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ജാസിയും 3-4 ദിവസം കൊണ്ടേ ഇങ്ങനെ പ്രിപ്പയർഡാണ്. ഓൾറെഡി ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളിലും ഇങ്ങനെ ആയിട്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ജാസിയെ കോളേജിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്കിനി ഡ്യൂട്ടിക്ക് കയറാൻ. ചിലപ്പോൾ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തിട്ടായിരിക്കും ഞാൻ നിൽക്കുന്നത്. കാരണം ഈ പറഞ്ഞ കണക്ക് കോളേജിൽ പോയിട്ട് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് വരുമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ വരത്തില്ല. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ വെയിറ്റ് ചെയ്യും. ഇതിനിടയിൽ ഏതെങ്കിലും ക്ലയൻറ്റിനെ കാണേണ്ടി വരികയോ മീറ്റിംഗ് ഉണ്ടെങ്കിലോ ഞാൻ അവിടെ നിന്ന് പോയി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അങ്ങനെയായിരിക്കും. നമ്മളിതേ ജാസിയായിട്ട് കോളേജിലോട്ട് പോകുന്ന വഴിയാണ്. ഇനിയിപ്പോൾ നേരെ ജാസിയും കൊണ്ട് കോളേജിൽ പോവുക. ജാസി ഇച്ചിരി ടെൻഷനുണ്ട് മുഖത്ത് ഓൾറെഡി, പക്ഷെ പുറമേ കാണിക്കുന്നില്ല. ഇവരുടെ ബുക്ക് എന്തോ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. അപ്പോഴതിൻ്റെ ഒരു ടെൻഷൻ മുഖത്തുണ്ട്. നമ്മുടെ കോളേജിൻ്റെ പരിസരം എത്താറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ കോളേജിലെത്തി കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഇൻ കേസ് ഡിലേ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നെങ്കിൽ ഓഫീസിൽ പോകും. ഇതിനിടയിൽ ചിലപ്പോൾ ഏതെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ നേരെ മീറ്റിംഗ് കൂടിയിട്ടേ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ കോളേജ് എത്തിക്കഴിഞ്ഞു. ജാസിയെ കോളേജിലോട്ടാക്കി പാവം നടന്ന് പോവുകയാണ്. ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട് മുഖത്ത്. ഈ പറഞ്ഞ കണക്ക് പ്രിപ്പറേഷൻ ആണെങ്കിലും നാളെയാണ് അതിൻ്റെ സബ്മിഷൻ വരുന്നത്. അപ്പം അതിൻ്റെ നല്ല ടെൻഷനുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ് പേടിക്കേണ്ട, എല്ലാം റെഡി ആവുമെന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ജാസ്മിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് കോളേജിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ വിളിച്ചായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിക്കാരനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പിന്നെ ഞാനങ്ങ് തിരിച്ചു. അപ്പോൾ എന്തായാലും ജാസ്മിനെ ഇറങ്ങുമ്പോൾ വിളിക്കുമല്ലോ. ജാസി ഇറങ്ങുമ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് വന്നാൽ മതിയല്ലോ. അല്ലാണ്ട് വെറുതെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നേക്കാളും നല്ലതാകുമ്പോൾ കാര്യവും നടക്കും. അപ്പോഴത്തേക്ക് ജാസിക്കും ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ കണക്ക് അതും എത്ര ടൈം ഡിലേ ആവുന്നു, ഞാൻ വെയിറ്റ് ചെയ്യുമല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അങ്ങനെ കസ്റ്റമർ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ കോളേജ് പരിസരത്തെത്തി. അവിടെ നല്ല രസമാണ് കോളേജ് പരിസരം കാണാനും. നല്ല എക്കോ ഫ്രണ്ട്ലിയാണ്. പിന്നെ ഈ കാണുന്ന സെക്യൂരിറ്റിയും നല്ല ഫ്രണ്ട്ലിയാണ്. പുള്ളിക്കാരന് നമ്മളുമായിട്ട് നല്ല അടുപ്പമാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. കാരണം 4 വർഷം കൊണ്ട് ഞാൻ പുള്ളിയായിട്ട് ഡെയിലി രാവിലെ കാണുന്നതാണ്. പുള്ളി നല്ല കാര്യമാണ് ഞാനുമായിട്ട്. പുള്ളിയോട് സംസാരിച്ച് നിന്നപ്പോഴത്തേക്ക് ജാസ്മിനും എത്തി. പോയ ടെൻഷനൊന്നും മുഖത്തില്ലാന്ന് തോന്നുന്നു. ആളിച്ചിരി ഹാപ്പി ആയിട്ടാണ് തിരിച്ച് വന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ നേരെ ജാസിയെ കൊണ്ട് വീട്ടിലാക്കണം. ആക്കിയതിന് ശേഷം എനിക്കൊന്ന് ഓഫീസിലും കയറണം. കാരണം ഹാഫ് ഡേ ലീവിലാണ്. അങ്ങനെ ജാസിയും കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞാൻ ഓഫീസിൽ കയറിയതിന് ശേഷം പിന്നെ വേറൊരു കസ്റ്റമർ മീറ്റിങ്ങിനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത് മുട്ടത്തറ ഒരു അമ്പലത്തിൽ ആറാട്ടാണ്. അപ്പം ഞാൻ ഈ കൊട്ടും മേളമൊക്കെ കണ്ട് ഞാനിങ്ങനെ അത് ആസ്വദിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഈ സൈഡിൽ തന്നെ ഇങ്ങനെ നിന്നായിരുന്നു. ഓൾറെഡി റോഡും ഇച്ചിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതൊന്ന് കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കാമെന്ന്. പിന്നിൽ ആനയും ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല രസമാണ്. അപ്പോൾ അതൊന്ന് കണ്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നു.
എനിക്ക് ഈ ഘോഷയാത്രയും ഈ ഫെസ്റ്റിവൽസും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ക്ലയൻറ്റിനെ കാണാനായിട്ട് വണ്ടിയെടുത്ത് പിന്നെ പോവുക. അപ്പം നല്ല ഡിലേ ആയി, കാരണം ഈ പറഞ്ഞ കണക്ക് റോഡ് ഇച്ചിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ടൈം നല്ല തിരക്കുമായിരുന്നു. അങ്ങനെ കസ്റ്റമറിനെ കാണണം. കസ്റ്റമറിനെ കണ്ടു കഴിഞ്ഞ് ഞാൻ തിരിച്ച് പിന്നെ അങ്ങ് വീട്ടിലോട്ടാണ് പോയത്. വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു, ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു ജാസിയായിട്ട്. കാരണം പുറത്തേക്ക് പോകുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത്. കാരണം ഫുൾ ടൈം രാവിലെ തൊട്ടേ ഈ പറഞ്ഞ കണക്ക് ഡ്യൂട്ടിയും ക്ലയൻറ്റും മീറ്റിങ്ങുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി നിൽക്കുമ്പോൾ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു സമാധാനം. പക്ഷേ ജാസി പിന്നെയും നാളത്തേക്കുള്ള പ്രിപ്പറേഷനിലായിട്ട് അങ്ങനെ നിൽക്കുവാണ്. ഫുള്ള് ഫോണിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പ്രിപ്പറേഷനും സെമിനാറിൻ്റെയും കാര്യമായിട്ട് ഒരു ശ്രദ്ധയില്ല. കാരണം നാളെ അത് ഒന്ന് കംപ്ലീറ്റ് ആയി കിട്ടിയാൽ മാത്രമേ ജാസ്മിന് ഒരു സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് എനിക്ക് ജാസിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് എങ്ങോട്ട് പോകണമെന്ന് ജാസിയുടെ ചോദിച്ചപ്പോൾ എവിടെയായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഉത്തരവാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു നമുക്ക് ഇവിടുന്ന് കഴക്കൂട്ടത്തുള്ള സംസം ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സംസം ആകുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്, നല്ല ആംബിയൻസ് ആണ് കുളത്തൂരുള്ള സംസം. അപ്പോൾ പിന്നെ നേരെ സംസമിൽ തന്നെ വണ്ടി വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ സംസമിലോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നമ്മളിതാ ഏകദേശം നമ്മുടെ ലൊക്കേഷൻ എത്താറായി കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, ഒരു 300-400 മീറ്ററും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എത്തും. അങ്ങനെ ഇതാ നമ്മുടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെല്ലുക, ഓർഡർ ചെയ്യുക, കഴിക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. പുറത്തോട്ടൊരു മനസ്സമാധാനത്തിന് ഇറങ്ങിയാണെങ്കിലും ജാസിയുടെ മനസ്സിനൊരു സമാധാനവും ഇല്ല. ജാസിക്ക് നാളത്തെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പ്രിപ്പയറായി കംപ്ലീറ്റ് ആയി തീരണം. തലയിൽ കൈയും വെച്ച് മൊബൈലിൽ വിരലും വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ്, ടെൻഷൻ അടിച്ചിട്ട്. അങ്ങനെ ഇരിക്കെ നമുക്കത് അവിടെ നിന്നൊരു വാട്ടർമെലൺ ജ്യൂസ് കൊണ്ട് തന്നായിരുന്നു. അതും കുടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോഴത്തേക്ക് ഓർഡർ ചെയ്ത ഫുഡ് എത്തി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, കാരണം ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചുമില്ല, ടൈം കിട്ടിയില്ല. കോളേജിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിൽ കയറി, പിന്നെ അവിടെ നിന്നൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ആയിട്ട് പോയിട്ട് വന്നുകൊണ്ട് ചോറ് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റി. അതുകൊണ്ടാണ് പിന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചത്. എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തോ ഇത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി അരി ആഹാരം കഴിക്കണമെന്നുള്ളതുകൊണ്ട് ഒരു ഫ്രൈഡ് റൈസും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ ഫ്രൈഡ് റൈസ് എത്തി. ഇനിയിപ്പോൾ ഈ ഫ്രൈഡ് റൈസും കൂടെ കഴിക്കുമ്പോൾ ഉച്ചത്തതും രാത്രിയത്തതും ഒന്നിച്ചാണെങ്കിലും രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ഓക്കെ ആവും. ഇവരുടെ ഫ്രൈഡ് റൈസ് അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കനും നല്ല രുചിയാണ്. നമ്മൾ ഓർഡർ ചെയ്തത് ഹണി ചില്ലി അൽഫഹാം എന്ന് പറയുന്നൊരു വേരിയൻ്റാണ്. നല്ല ചോറുമാണ്, നല്ല ചിക്കനുമാണ്, എല്ലാം അടിപൊളിയാണ്. ഇവരുടെ ഫുഡൊക്കെ അടിപൊളിയാണ്. പിന്നെ നല്ല ആംബിയൻസുമാണ് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ കറണ്ട് അങ്ങ് പോയി, ഫുള്ളി കറണ്ട് പോയപ്പം ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആക്കായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് തിരിച്ചു വന്നു ഫുള്ളായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞ് നമ്മളിതേ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ കാർ ഇവിടെ വാലറ്റ് പാർക്കിങ്ങിലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ കാറിൻ്റെ ആ ടോക്കൺ കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ കാറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോഴും കാറ് വരുമെന്ന് പറഞ്ഞു, പക്ഷേ ഒരു 5 മിനിറ്റ് ഡിലേ ആയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാർ എത്തി. അങ്ങനെ നമ്മുടെ കാർ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ കാറിൽ കയറണം, വീട്ടിലോട്ട് പോകണം. ഇതിനിടയിൽ ഉമ്മാക്കൊരു പാർസൽ മേടിക്കണം. കാരണം ഉമ്മ ഈ അൽഫഹാവും ഫ്രൈഡ് റൈസൊന്നും അങ്ങനെ വലിയ കഴിക്കുന്ന ആളല്ല, ഉമ്മാക്ക് വലിയ താല്പര്യമില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് കയറി പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ലുലുവിൻ്റെ ഓപ്പോസിറ്റുള്ള സിന്ദൂർ ഫാമിലി റെസ്റ്റോറൻറ്റ്, അതായത് പയസ് കിച്ചൺ, ഇവിടെ ദോശയുടെയൊക്കെ മെയിൻ ഹോട്ടൽ. അതായത് ഇവിടെ ദോശയാണ് കൂടുതലും, ഇവരുടെ വെറൈറ്റി ഓഫ് ദോശാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ദോശയുടെ പാർസലും മേടിച്ച് നേരെ അങ്ങ് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നേരെ ലുലുവിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഹോട്ടൽ വരുന്നത്. ലുലുവിൻ്റെ നേരെ എതിരിന് വരും. നല്ല ഹോട്ടൽ, അത്യാവശ്യം നല്ല ഫുഡാണ്. ദോശയുടെ വെറൈറ്റി ഓഫ് ദോശാസാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്, നല്ല രുചിയാണ്. അങ്ങനെ അവിടെ നിന്ന് ദോശ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മുടെ ഓർഡർ പ്രിപ്പയർ ആയെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു. അങ്ങനെ അത് റെഡിയായി, കൈ കിട്ടി. ഇനി ഇത് മേടിച്ച് നേരെ വണ്ടി കയറുക, നേരെ വീട്ടിലോട്ട് പോവുക. ഞാൻ നല്ല ടയേർഡാണ്. വീട്ടിൽ ചെന്ന് കിടന്ന ഉടനെ ഞാൻ ഉറങ്ങും, കൺഫേം ഉറങ്ങും. അങ്ങനെ വെയിറ്റിംഗ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്താറായി, വീട്ടിൻ്റെ പരിസരത്തോട് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.